ഹലോ നമസ്കാരം, ഞാൻ അനീഷ് അബ്രഹാം. കഴിഞ്ഞ ദിവസം ഒരു UK-യിലുള്ള ഒരു മലയാളി, അദ്ദേഹത്തിൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ നിന്നൊരു കോൾ വന്നു അദ്ദേഹത്തിന്. ടീച്ചർ പറഞ്ഞു ഇവൻ എപ്പോഴും ബബിൾ ഗം ചവയ്ക്കുന്നുണ്ട്, അപ്പോൾ അത് ശരി നല്ലതല്ല, അപ്പോൾ അവനോടൊന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം അധികം ആളായില്ല UK-യിൽ വന്നിട്ട്. അദ്ദേഹം ആ ടീച്ചറിനോട് പറഞ്ഞു, മോനോട് ഒരു കാര്യം പറഞ്ഞ ടീച്ചറെ, ഇവൻ ഇനിയും ബബിൾ ഗം കഴിക്കുകയാണെങ്കിൽ അവനെ ഞാൻ നാട്ടിൽ ഇന്ത്യയിൽ കൊണ്ട് അവൻ്റെ അപ്പൻ്റെ അതായത് വല്യപ്പൻ്റെ കൂടെ കൊണ്ട് നിർത്തും, നല്ല കുട്ടിയായിട്ട് മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കണം എന്നൊക്കെ ഒന്ന് പറഞ്ഞേക്ക് ടീച്ചറെ, അവന് പേടിയുണ്ടാവും എന്ന് പറഞ്ഞു. സംഭവം അവിടെ വെച്ച് പറഞ്ഞ് സംസാരിച്ച് അവസാനിപ്പിച്ചു. അതിനുശേഷം നടന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഈ ടീച്ചർ നേരെ സേഫ് ഗാർഡിങ്ങിൽ റിപ്പോർട്ട് ചെയ്തു. ഈ കുട്ടിയെ അവിടെ സ്കൂളിൽ പോലീസ് വന്ന് കണ്ടു. കുട്ടിയെ അപ്പൻ ഉപദ്രവിക്കുന്നുണ്ടോ, അമ്മയെ ഉപദ്രവിക്കുന്നുണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വീട്ടിലുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുട്ടിയോട് പോലീസ് അന്വേഷിച്ചു. ഇദ്ദേഹം വളരെയധികം ഭയപ്പെട്ടു പോയി. അതായാലും ആ കുട്ടി സത്യസന്ധമായിട്ടുള്ള ഉത്തരം പറഞ്ഞു. അപ്പൻ വളരെ നല്ല മനുഷ്യനാണ്, അവൻ ഉപദ്രവിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു. ആ സംഭവം അവിടെ വെച്ച് അവസാനിച്ചു. അദ്ദേഹം വളരെ ഭയപ്പെട്ടു പോയി. അടുത്ത മാസം നാട്ടിൽ പോകാനായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പേടിച്ചിട്ടാണ് എന്നെ വിളിച്ചത്. എന്തെങ്കിലും ട്രാവൽ ബാൻ ഉണ്ടാകുമോ, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് വിളിച്ചത്. ഞാൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു, ഒന്നും സംഭവിക്കില്ല, ഏതായാലും കുട്ടി ഉള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നാട്ടിലെ സ്കൂളിലെ ടീച്ചേഴ്സിനോട് നമ്മൾ പറയുന്നത് പോലെ എന്തും ഇവിടുത്തെ ടീച്ചേഴ്സിനോട് അങ്ങനെ പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിക്കും. നമ്മളെ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ഉണ്ടെന്ന് അവർക്ക് സംശയം തോന്നിയാൽ അവർ ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യും. അത് അവരുടെ ജോലിയാണ്, അവർ റിപ്പോർട്ട് ചെയ്യും. നമുക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് വളരെ സംസാരിക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവരോട് പറയരുത്. ഇത് നാടല്ല, നാട്ടിലെ സ്കൂളല്ല, ടീച്ചേഴ്സും വേറെയാണ്, ഇവിടുത്തെ നിയമങ്ങളും വേറെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക.